എങ്ങനെ ഈ കൊറോണ സമയത്ത് ഒളിച്ചോടി? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. 8 ബാഗ് പാക്ക് ചെയ്ത് 8 ഒളിച്ചോടാൻ പോകുന്ന 8 ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പഠിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അന്നേരം ഇടാനുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്ന അന്ന് 2 ജോഡി ഡ്രസ്സ് എടുത്തോണ്ട് വന്നായിരുന്നു. 2 ബാഗ് തോളെ വേറെ സാധനം ഇരിക്കുന്നത്. അതെന്തായിരുന്നു? ടെഡി ബെയർ. ഓ ടെഡി ബെയർ. ഞാൻ എന്തൊക്കെയാ എടുക്കുന്നത് ദൈവമേ. അത് നേരെ പോയത് വീട്ടിലോട്ടല്ല, നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. പാർട്ടിക്കാര് കൂട്ടുകാര്. ഏത് പാർട്ടിക്കാരാണ്? കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അതെങ്ങനെയാ? നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. അന്നെങ്ങാനും പോയായിരുന്നു ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ? അങ്ങനെ പോയിരുന്നെങ്കിൽ ഇപ്പം ഭാഗ്യ ചേച്ചി ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരാളിരുന്നേനെ. എന്തായാലും വ്ളോഗിങ് നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അടി കൊണ്ടാവും. ചേട്ടന് അടി കൊണ്ടായിരുന്നു. ചേട്ടൻ എന്തിനാ അടി കൊണ്ടേ? പറയാൻ പറ്റത്തില്ല, ഇവളെ കാണാൻ വന്നതെന്ന് പറയാക്കത്തില്ല. കാരണം അതൊരു മിക്കവാട് ചീത്തപ്പേരുണ്ടാകത്തില്ലേ സ്വാഭാവികമായിട്ടും. എന്നെ വിടാൻ തുടങ്ങി. ഇവര് അന്ന് ഈ പൊക്കം എടുത്തിട്ട് പൊക്കോളം പറഞ്ഞു. അങ്ങനെ പോയപ്പോ കറക്റ്റ് സമയത്ത് ഇവള് വിളിച്ച് അവളുടെ ഫോട്ടോയും പേരും വാൾപേപ്പർ ഇട്ടേക്കുന്ന എന്റെ ഫോട്ടോ ഒറ്റ അടിയായിരുന്നു. ഇങ്ങനെ ഇരുന്നു മുഖത്തൊന്നും ചെല്ലുന്ന അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. എവിടെങ്കിലും ഇട്ട് നമ്മള് പിടിയും. കാണട്ടെ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു പ്രസവ സമയത്ത് എന്നുള്ളത്. അതെങ്ങനെയാണ് അങ്ങനെ കെയർ ചെയ്തത്? കാരണം ഇപ്പൊ പെൺകുട്ടികൾക്ക് പോലും ആ ഡെലിവറി ടൈമിൽ അങ്ങനെ കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നില്ല. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ചേച്ചിയെ കെയർ ചെയ്തത്? കാരണം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹോർമോൺസിന്റെ ആറാട്ട് കളിയായിരിക്കും. ഭയങ്കര ദേഷ്യമായിരുന്നു പ്രസവത്തിന്റെ സമയത്ത്. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് നടക്കാന്നല്ല, അന്നൊന്ന് കാണണമായിരുന്നു. അന്ന് ഫോട്ടോയൊക്കെ ഞങ്ങളുടെ കുറവാ. അന്നൊന്ന് കാണണമായിരുന്നു. നല്ല തക്കടി മുണ്ടൻ ഇണങ്ങിരുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യമില്ലേ, ലവേഴ്സിൽ നിന്ന് മാരേജിലേക്ക് എത്തിയ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ആ സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ കളിച്ച് തിരിച്ച് കറങ്ങാനൊക്കെ പോയി വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ ഇവിടെ എല്ലാം പോയി കണ്ണ് വെട്ടിച്ച് നടന്നപ്പോ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവർക്ക് അറിഞ്ഞിട്ട് പോലും ലൈഫ് അങ്ങനെ. അതെ, അതാണ് ജീവിതം. പക്ഷെ അതിന്റെ കെട്ട് നമ്മൾ പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തും കീഴടക്കാൻ പറ്റും. ഈ ഒരു ഒത്തൊരുമ ജീവിതകാലം മൊത്തം ഉണ്ടായാൽ മാത്രം മതി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അമ്പാടിക്കൊരു കൂട്ട് വേണമെന്ന് ചേച്ചിക്ക് തോന്നാറുണ്ടോ? ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് കിട്ടേണ്ട അറ്റൻഷൻ കിട്ടിയിട്ട് ഇനി മതിയെന്ന് ആലോചിച്ച് വെച്ചുകൊണ്ടാണോ? അങ്ങനല്ല. ഇപ്പം നമ്മൾ അത്ര സ്റ്റേബിൾ അല്ല. ഇനി ഒരു കൊച്ചു വരുമ്പം ഇച്ചിരി കൂടെ സ്ട്രഗിൾ ചെയ്യണ്ട. ആ ഒരു ബെറ്റർ ലൈഫ്. അമ്പാടിക്ക് അറ്റൻഷൻ കിട്ടുന്നില്ലെന്നല്ല, അവന് ഒരു ചാമ്പുകൾ തന്നെ. അവിടെ ആയാലും ഇവിടെ ആയാലും അവനാണ് ഏറ്റവും ഫസ്റ്റ് അറ്റൻഷൻ വീട്ടുകാർ കൊടുക്കുന്നത്. അവിടുത്തെ സ്റ്റാർ തന്നെയാണ് അവൻ. അപ്പം ഇനി വരുന്ന ഒരു കൊച്ചു വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഒരു ഇവനേക്കാളും ഇച്ചിരി ഒരു ലെവലിലോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നിനും സ്ട്രഗിൾ ചെയ്യാതെ വരണം. കൊറോണ സമയത്താണ് കല്യാണം നടന്നത് എന്ന് പറഞ്ഞു. ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. എങ്ങനെ ഈ കൊറോണ സമയത്ത് ഒളിച്ചോടി? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം വണ്ടി എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നല്ലോ അത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഓർക്കാൻ ആഗ്രഹിക്കാതെ. അതെങ്ങനെയാ നിങ്ങൾ? ഓർക്കാൻ ആഗ്രഹിക്കാത്ത, ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. ഓക്കെ, അത് വേറെ വീട്ടില് ഇവളെ വേറെ കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പപ്പ ഗൾഫിലായിരുന്നു. അപ്പം ആ കല്യാണം കഴിക്കുമ്പോൾ മാമനുണ്ടായിരുന്നു. മാമനായിരുന്നു ഫുള്ള് കാര്യങ്ങളൊക്കെ നോക്കണേ. അച്ഛൻ ഗൾഫിലാവുമ്പം സ്വാഭാവികമായിട്ടും വീട്ടിലൊരു കാരണവരുണ്ടാവുമല്ലോ. മാമനായിരുന്നു അത്. ആ മാമന്റെ വീടാണോ? അങ്ങനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ എന്ന് വെച്ചാൽ ആ സ്റ്റേജ് വരെ എത്തി. എന്ന് വെച്ചാൽ നിശ്ചയം വേണ്ട, കല്യാണം നടത്തുക എന്നുള്ള സാധനം. കൊറോണ സമയമാണല്ലോ. അപ്പം അങ്ങനെ മുടക്കാനുള്ള ചാൻസ് പോലും കിട്ടില്ല.
അന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഈ കൊറോണ ഈ സമയത്തെ നമ്മളെ നാട്ടില് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു ചേട്ടനുണ്ട് കുക്കായിട്ടുള്ള. അപ്പൊ നമ്മളവിടെ ഈ ഒരു ഹോട്ടൽ പോലെ സെറ്റപ്പ് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യും, അവർക്കെല്ലാം വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഹോട്ടലെല്ലാം അടച്ചേക്കും. അപ്പൊ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് അതിനകത്ത് കിട്ടുമായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ അടിക്കുകയൊക്കെ ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അടിച്ചോ? അടിക്കുന്ന വഴക്കെന്നുള്ള സ്റ്റേജ് അല്ല, വീട്ടിലിത് അറിഞ്ഞോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഫ്രണ്ട് എന്നുള്ള രീതി വീട്ടിൽ വരുമായിരുന്നു. പിന്നെ എപ്പോഴാ ഇത് അറിഞ്ഞത്? വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചു പറഞ്ഞു. അതെ. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എടി ഇപ്പം അങ്ങനെ ഈ കോവിഡ് ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലയോ, അതും പറഞ്ഞ് നോക്കട്ടെ ഞാൻ ആരും വിളിച്ച് നോക്കട്ടെ, വണ്ടി വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് വെച്ചു. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് കാറ് അറേഞ്ച് ചെയ്ത് പോകാനാണ്. കാർ അറേഞ്ച് ചെയ്ത് പോകുന്നിടത്തപ്പം വിളിച്ചപ്പോൾ ആ വിളിച്ച ആൾ തന്നെ പറഞ്ഞു കാറും കൊണ്ട് പോകാൻ പറ്റത്തില്ല, ഡോക്ടറിന്റെ പേപ്പറില്ലാതെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാനും ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പ്രാന്തേറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എൻ്റെ ബൈക്ക് എടുത്ത് കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. അന്നേരം ഇവള് അന്നേരം വിളിച്ചിട്ട് പറയുന്നേ കാറ് കൊണ്ടേ വരാവൂ. 8 ബാഗ് പാക്ക് ചെയ്ത് അടച്ച് 8 ഒളിച്ചോടാൻ പോകുന്ന 8 ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുമ്പോ വീട്ടുകാര് ചോദിച്ചില്ലേ? വേറെ റൂമില് കിടക്കുന്ന. അപ്പം എന്നാലും ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയാല് 8 ബാഗ് അല്ല, അവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഏകദേശം ഉറപ്പായിരുന്നു ഇവള് പോകുന്നത്. അങ്ങനെ വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞത് കാറും കൊണ്ട് വരുന്ന പറ്റത്തില്ല. അങ്ങനെ ഞാൻ ബൈക്കിനകത്ത് പോയി, 2 കൂട്ടുകാരെ വിളിച്ചോണ്ട് അങ്ങനെ വണ്ടിക്കകത്ത് പോയപ്പോൾ ചെല്ലുന്നിടത്ത് മൊത്തം ജംഗ്ഷനിൽ മൊത്തം പോലീസാണ്. അങ്ങനെ കണ്ണ് വെട്ടിച്ച് പല ഊടുവഴികൾ എടുത്തെടുത്ത് പോയി ഇവളെ വിളിച്ചോണ്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു 8 ബാഗൊന്നും എടുക്കണ്ട, അത്യാവശ്യമുള്ള പഠിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അന്നേരം ഇടാനുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്ന അന്ന് 2 ജോഡി ഡ്രസ്സ് എടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ കാണാം 2 ബാഗ് തോളെ വേറെ സാധനം ഇരിക്കുന്നത്. ടെഡി ബെയർ. ഓ, ടെഡി ബെയർ ഭയങ്കര ഇഷ്ടമാണോ? ടെഡി ബെയർ കെട്ടിപ്പിടിച്ച് കിടന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ടെഡി ബെയർ ഉണ്ടല്ലോ. അച്ഛൻ മേടിച്ചെന്നേ. ഓ, അത് കാരണം നമ്മള് കളയില്ല. ഓക്കെ, അച്ഛൻ്റെ മോളാ. ഇപ്പോഴുണ്ട് വീട്ടിൽ അവിടെ തന്നെ വീഡിയോയിലൊക്കെ കാണാം വേള ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, അത് ആ ടെഡി ബെയർ ആണോ? എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ആ ടെഡി ബെയറിനെ കുറെ കാണിച്ചിട്ടുണ്ട്, അതിനെ പറ്റി വീഡിയോ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കി പോണ അവിടെ ഭയങ്കര പട്ടിയൊക്കെ ഉറങ്ങിയ സൗണ്ട്, ആളുകൾ ബഹളം വെക്കാൻ സൗണ്ട്. ഞാൻ വെച്ച് പണിയായി, അവളെ വീട്ടിൽ പൂട്ടി കാണുമെന്ന് വെച്ച് ഓടിക്കൊണ്ട് വരുന്ന 2-3 പെട്ടി. എനിക്ക് അത് പറയുമ്പോ മറ്റേ മൈ ബോസ് സിനിമയില് നടക്കുന്ന. അങ്ങനെ പിന്നെ നേരെ ഒരു വല്യച്ഛൻ്റെ മോൻ്റെ വീടുണ്ടായിരുന്നു, അവിടെ പോയി. അവിടെ ആദ്യം വിളിച്ചപ്പോൾ നീ പരിപാടിയാണ് കാണിക്കുന്നത്, ഇത് ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ ഗൾഫിലാ, വല്യച്ഛൻ്റെ മോൻ ഗൾഫിലാ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിഷമിച്ച് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല, പോലീസല്ലേ, പോലീസ് 4 സൈഡും പോലീസ് ഒന്നും ചെയ്യാക്കത്തില്ല. അങ്ങനെ അവസാനം കുറെ വന്ന പോലീസ് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടത്തെ ഒരു 2 കിലോമീറ്റർ കുറെ പോലീസ് വന്നു, വിട്ട് കയറിയും പോയി. വണ്ടി കുറെ കൊറോണ അല്ലേ, അതൊരു മെയിൻ പ്രശ്നം. ഇവര് വിചാരിക്കുന്ന എന്തോലും വേറെ ഈ എന്തോലും ബിസിനസ് ആയിട്ടൊക്കെ നടക്കുന്നവരൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. രാത്രി സമയം 12 മണി. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വല്യച്ഛനമ്മ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നീ നേരെ വീട്ടിലോട്ട് പോക്കോ, അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നാളെ കല്യാണത്തിൻ്റെ കാര്യമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നാളെ അവിടെ അമ്പലത്തിൽ വെച്ച് കല്യാണം ഓക്കെ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് വീട്ടിലോട്ടല്ല, നേരെ പോയത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. വീട്ടിലോട്ട് പോകാതെ മിസ്സിംഗ് കേസ് കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ ഹാജരായിട്ട് വീട്ടിൽ കയറാനുള്ള ഒരു ടൈം കിട്ടിയില്ല. ഇല്ലില്ല, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നു. അച്ഛനൊക്കെ കുറച്ച് ഒരു സോഷ്യലി നിൽക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ മോനെ ഇങ്ങനെ ഒളിച്ചോടുവാന്ന് പറഞ്ഞാൽ ഭയങ്കര അച്ഛന് ഈ പാർട്ടിയുടെ ഇതായിട്ടൊക്കെ നടക്കുന്നത്. ഈ ഒത്തുതീർപ്പൊക്കെ നടത്താൻ പോകുന്നില്ലേ? ഇതിപ്പോ മോന്റെ കേസ്, നാട്ടുകാരുടെ കേസ് ഒത്തുതീർപ്പാക്കി എന്റെ വീട്ടിലും. അച്ഛനൊരു സോഷ്യലായിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം കുറച്ച് സ്വാഭാവികമായിട്ട് അച്ഛന്മാർക്കൊരു പ്രശ്നം മാനസികമായിട്ട് ഉണ്ടാവുമല്ലോ, അത് അച്ഛനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ ഈ ഇപ്പൊ എന്തായാലും നമ്മളെ സിറ്റുവേഷൻ എത്തി. അല്ല, അപ്പൊ അമൽ ചേട്ടന്റെ വീട്ടിലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു അറിയാം, പക്ഷെ ഒളിച്ചോടുവെന്ന് അറിയാം. ഒരിക്കലും എന്നെ കുറിച്ച് ആ നാട്ടിലുള്ള ആരും അങ്ങനെ വിചാരിച്ചിട്ടില്ല. മിണ്ടപ്പൂച്ച കലവടച്ചു അങ്ങനെ ഒരു അവസ്ഥ. അങ്ങനെ
അച്ഛൻ വന്നു. പിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 4-5 വണ്ടിക്കകത്ത് അവിടെ ആളെത്തി. പാർട്ടിക്കാര് കൂട്ടുകാര്. ഏത് പാർട്ടിക്കാരായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അതെങ്ങനെയായിരുന്നു? അല്ല, അച്ഛൻ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവിടുന്ന് എല്ലാരും വന്നു, വാർഡ് മെമ്പറൊക്കെ വന്നു. അങ്ങനെ വന്ന് ചിറ്റപ്പന്മാര് അങ്ങനെ അവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ്. അപ്പൊ ഇവളുടെ അമ്മ കരഞ്ഞപ്പോ ഒരു സ്റ്റാൻഡാട്ടം ഉണ്ടായിരുന്നു. അന്നേരം കല്യാണം കഴിച്ചെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ അമ്പലത്തിൽ നമ്മൾ ചെയ്ത പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത്. 15 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിലും ആ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ മജിസ്ട്രേറ്റ് എന്താ പറയുന്നത് അതാണ് അവിടെ നോക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്, അപ്പൊ ആ ഒരു സാഹചര്യം വന്നപ്പോ അച്ഛനൊരു നമ്പരം കിട്ടും. അത് ഇവളൊരു പൊട്ടിയായതുകൊണ്ട് അവളത് വിശ്വസിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് മാറ്റിയൊന്നും പറയരുത്. മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ അച്ഛൻ കേസ് കൊടുക്കുന്ന പറയും, മാനനഷ്ടത്തിന്. എൻ്റെ അച്ഛൻ എനിക്കെതിരെ കേസ് കൊടുക്കും. കാരണം എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന പറയുമ്പോൾ ഇവിടെ വരണ്ടു പോയത്. അത് കാരണമാണ് അന്ന് അച്ഛനെയും അമ്മേനെയും. അല്ല, അത് പക്ഷെ വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഭയങ്കര അവസ്ഥ. കാരണം വളർത്തി വലുതാക്കിയവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു, ഇഷ്ടമുള്ള ചെക്കൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. ആരെ തെരഞ്ഞെടുക്കണമെന്നല്ല. ഇവരുടെ അമ്മ അവിടെ നിന്ന് തലയിറങ്ങി വീണ്. അന്നേരം പോലും ഞാനെ പോയി എടുത്ത് വെള്ളം കുടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. അന്നേരം എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സോപ്പിട്ട് നമുക്കപ്പ ഏത് വശത്തോട്ട് പോകണമെന്ന് നമുക്കറിയത്തില്ല. വേണം അല്ല അമ്മ അച്ഛൻ്റെ കൂടെ അത് വലിയൊരു അതിനകത്ത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറക്റ്റ് ഡിസിഷൻ തന്നെയാണ് എടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി ആസ് എ ഫ്രണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടി എന്നുള്ളത് മാത്രമല്ല, എന്തായാലും അച്ഛനും അമ്മയും രക്തബന്ധമാണ്. അതൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല. അവരെത്ര മോളല്ല എന്ന് പറഞ്ഞാലും മോള് തന്നെയാണ്. അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഇവിടത്തേന് രേഖയില്ല, ഒന്നുമില്ല. അല്ല, അന്നെങ്ങാനും പോയായിരുന്നു ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ? പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, പിന്നെ ഭയങ്കര റിഗ്രറ്റ് ആയിന്. അങ്ങനെ പോയിരുന്നെങ്കിൽ ഇപ്പം ഭാഗ്യ ചേച്ചി ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരാളിരുന്നേനെ. എന്തായാലും വ്ളോഗിൽ ഇപ്പൊ പറയുന്നതിനെല്ലാം കൂടി ചേർത്ത് ചേട്ടരുന്ന് ട്രെയിനിൽ കയറുമ്പോ തൊട്ടേ അങ്ങനൊന്നും ചെയ്തില്ല. പാവ നേരത്തെ അല്ല, അന്ന് ചേച്ചി അപ്പൊ എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ ഒപ്പം പോവാമെന്ന് തീരുമാനിച്ചത്? ഒരു സ്ട്രൈക്ക് ചെയ്തൊരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് വിടും, അതല്ലാതെ പറഞ്ഞാ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഒരാളല്ലേ, എത്രയൊക്കെ കഷ്ടപ്പെട്ട് പേരൊക്കെ എഴുതി അടിയൊക്കെ കൊണ്ട്. അടി കൊണ്ടായിരുന്നു ചേട്ടന്? അടി കൊണ്ടായിരുന്നു ചേട്ടൻ? എന്തിനാ അടി കൊണ്ടേ? അതൊക്കെ അടി കൊണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കഥയാണ്. അതെന്താ ആ കഥ, അടി കൊണ്ട കഥ? അത് ഒരു ന്യൂ ഇയർ സമയമായിരുന്നു. ഞങ്ങൾ അടി കൂടിയിരിക്കുന്നു. ഞങ്ങൾ വഴക്കുണ്ടാക്കിയിരുന്നു. ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴക്കുണ്ടായി ഞങ്ങൾ. എത്ര വർഷത്തെ പ്രണയമായിരുന്നു? 3.5-4 വർഷത്തെ പ്രണയം. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും അഫെയർ ആകുമ്പോ ഒരു വഴക്കൊക്കെ കാണുമല്ലോ. അതിന്റെ ഇടയ്ക്ക് അതെനിക്ക് മനസ്സിലാവും. ഇനി മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ ഇവള് പറഞ്ഞ് കുറച്ച് 3-4-5 ദിവസം വിളിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ന്യൂ ഇയർ വരുമായിരുന്നു. അങ്ങനെ എങ്ങനെയും മിണ്ടിപ്പിക്കണം എന്നുള്ള രീതിയിൽ നേരെ പോയി അവരുടെ വീടിന്റെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് റോസാപ്പൂവൊക്കെ വെച്ച് സോറി എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയുള്ള രീതി വെച്ച് വീടിനകത്ത്. അപ്പം ഞാൻ ഈ ഇവരുടെ വീടിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ, അപ്പം അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ 2-3 വട്ടമല്ലേ ഇവിടെ പോയി, ഇവിടെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുള്ള രീതി. എല്ലാത്തിനും ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ഞാൻ 3-4 വട്ടം പോയപ്പോഴത്തേക്ക് അവിടെ എന്നെ സ്കെച്ച് ചെയ്ത ആള് ചേട്ടൻ ന്യൂ ഇയർ അല്ലേ, വീറൊക്കെ എന്റെ പുറകെ നമ്മുടെ ഒരു അവിടെ ഉള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പം 3-ാമത്തെ വട്ടം ഇങ്ങനെ പോയപ്പം ഈ ഒരു വണ്ടി കൈ കാണിച്ച്. അപ്പം ഞാൻ പറഞ്ഞ അണ്ണ പറയാൻ പറ്റത്തില്ല, ഇവളെ കാണാൻ വന്നതെന്ന് പറയാക്കത്തില്ല. കാരണം അതൊരു അവിടെ ചീത്തപ്പേരുണ്ടാകത്തില്ലേ സ്വാഭാവികമായിട്ടും. അപ്പം നമ്മള് പറഞ്ഞ് ഞാൻ നേരെ ഇവിടെ ബാറിൽ വന്നയാ, തൊട്ടപ്പുറത്തൊരു ബാറുണ്ട്. ഞാൻ ഗൂഗിൾ മാപ്പ് വഴി നോക്കി വന്നയാ, അവിടത്തേക്ക് വഴി മാറിപ്പോയെന്ന് പറഞ്ഞു. നീ മാപ്പ് നോക്കിയൊന്നും പോയാലോ, 3-4 വട്ടം നീ ഇവിടെ പോയില്ലടന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് എന്നിട്ട് എന്നെ വിട്ടു. അല്ലല്ല
അങ്ങനെ എന്നെ വിടാൻ തുടങ്ങി ഇവര്. അന്ന് ഈ പൊക്കം എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ കറക്റ്റ് സമയത്ത് ഇവള് വിളിച്ച് അവളുടെ ഫോട്ടോയും പേരും വ്യക്തമായി കാണാൻ എൻ്റെ വാൾപേപ്പർ ഇട്ടേക്കുന്ന എൻ്റെ ഫോട്ടോ. ഒറ്റ അടിയായിരുന്നു. പറഞ്ഞു എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. കൂടെ അയക്കുന്നതിന് ഒന്നും ചെയ്യില്ല, കളി വേറെ ആവുന്നത്. എന്നെ അടിച്ചോ അടിച്ചോളാൻ പറഞ്ഞു, കാരണം അവരുടെ ഏരിയ ആണല്ലോ. അപ്പോൾ അടിച്ചോളാൻ പറഞ്ഞു. ഞാൻ വണ്ടിയായിരുന്നു പൾസറായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു, മുഖത്തൊന്നും ചെല്ലുന്നതാണ്. അടിച്ചോളാൻ പറഞ്ഞു. പിന്നെ അല്ല വേറെ നിവൃത്തിയില്ല. പിന്നെ എനിക്ക് കിട്ടിയ അവസരമില്ലേ, ഞാൻ അവിടെ നിന്ന് 2 നിലയൊക്കെ അങ്ങ് വിളിച്ചു. അയ്യോ, കാരണം വീട് അടുത്തല്ലേ, കേക്കട്ടെ. എന്നിട്ട് അവിടെ വന്ന് നോക്കിയിട്ട് കയറി പോയി. അല്ല അവർക്ക് അവിടെ ഇടപെടാക്കത്തില്ലല്ലോ, ഇടപെട്ട് കഴിഞ്ഞാൽ വേറെ രീതി ആകത്തില്ല. അതിപ്പോ കല്യാണത്തിന് ശേഷം അടിച്ച ചേട്ടന്മാരെ കണ്ടായിരുന്നു. 2-3 വട്ടം വേറെ അടുത്ത് വെച്ച് കണ്ട് നമ്മള് മൂപ്പിച്ചൊക്കെ നിർത്തി വെക്കോ. നമ്മളങ്ങനെ വിട്ടുകൊടുക്കത്തില്ല, എവിടെങ്കിലും ഇട്ട് നമ്മള് പിടിയും. കാണട്ടെ. അല്ല അവർക്ക് കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഏരിയ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഏരിയ വന്നൊരുത്തം വന്ന് ഒരു പെണ്ണിനെയും വളച്ചു. അപ്പൊ അവർക്ക് പണിയായപ്പോ ഞാൻ വിചാരിച്ചത് അവളെ കെട്ടത്തില്ലെന്നുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു. അവര് വിചാരിച്ചാണ് ചിലപ്പോ പറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മളത് ഇട്ട് അവർക്കിപ്പോ മനസ്സിലായി കാണും എന്തായാലും. ഒരു കൊച്ചൊക്കെ കൊച്ചായി അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതലും പ്രശ്നം ഉണ്ടായി കാണാൻ ചിലപ്പോ ഇപ്പൊ വീട്ടുകാർക്കാണെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു ഇഷ്യൂ ആയിപ്പോയേനെ. ഇപ്പൊ നോക്കുമ്പം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെക്കൻ. എനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർവ്യൂവിലും ഇതൊക്കെ കേട്ടൊരു ശീലമായി. നല്ലൊരു ചെക്കൻ അല്ല, കമന്റ്സ് ഇല്ലാതല്ലേ. അതെ, ഇപ്പൊ കൊറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും അല്ലെ? മെസ്സേജ് ചെയ്യാറുണ്ടോ? കുറച്ചു പേരൊക്കെ ചെയ്യാം. എന്താ ഒരു മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാറ്? ചേട്ടാ കൊള്ളാം, നല്ല ലൈഫാണ്, അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. ഡിവോഴ്സ് ചെയ്തിട്ട് ഏറ്റവും വലിയ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം, ചിലര് നമ്മൾ അവരുടെ വിഷമം വിളിച്ചു പറയും. നമ്മളിങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ഇതുപോലെ നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ അവർക്ക് എന്ത് പറയാമോ. ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുക്കും, മാക്സിമം നിങ്ങൾ ചിലർ പറഞ്ഞ ഡിവോഴ്സിന്റെ വക്കിലൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമം. കാരണം അവർക്ക് എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, എന്തോ ഞാൻ അവർക്ക് പറയണ്ടെന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ മാക്സിമം സംസാരിക്കുക, സംസാരിച്ചാലേ ഏത് പ്രശ്നമായാലും സോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു രീതിയിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. മാക്സിമം നമ്മൾ സംസാരിക്കുക, മനസ്സിലാക്കുക എന്നുള്ളൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇപ്പം ഒരാൾക്കിപ്പോൾ ഇവളുടെ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നത്, ആ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. അതായത് അവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള സാധനം. പക്ഷെ അവൾക്ക് അതൊരു എന്തുവാ, അവളെനിക്ക് അങ്ങനെ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ തിരിച്ച് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു മൈൻഡ് വരില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്ത് കൊടുക്കുന്ന പൈസ കിട്ടും എന്നുള്ളൊരു മൈൻഡ്, ആ മൈൻഡോടുകൂടിയല്ല പാർട്ട്ണർഷിപ്പിൽ തന്നെ പോകുക എന്നുള്ള ആ രീതി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒന്നും പ്രതീക്ഷിക്കാതെ എന്നാലേ ആ ജീവിതത്തിൽ നല്ലോണം പോകാൻ പറ്റത്തുള്ളൂ. പറയാതെ ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക. നമ്മള് മറ്റേ ഒളിച്ചോട്ട കഥ എവിടെ വരെ എത്തിയായിരുന്നു? അത് കേൾക്കുമ്പോ അതങ്ങ് പറഞ്ഞു. ഇല്ല, ഞാൻ ആലോചിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ എന്താ സംഭവിച്ചു? അപ്പം ഇങ്ങനെ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പൊ ചോദിച്ചില്ലേ എന്താണ് പോയത് അമ്മ. ഇതാണ് അല്ല, അമ്മ അവിടെ തല ഇറങ്ങി വീണല്ലോ. അപ്പൊ ചോദിച്ചെന്ന് വെച്ചാ എന്തുകൊണ്ടാണ് ചേട്ടനെ സെലക്ട് ചെയ്തത്? അപ്പം ഒന്ന് നെഞ്ചില് കുത്തി, പച്ച കുത്തി, എനിക്ക് വേണ്ടി അടി ഓടുന്നു, എല്ലാം ചെയ്തു തരുന്നു. അമ്മനെയും അപ്പനും പിന്നെ സെറ്റാക്കാതെ വിചാരിച്ചു പോണം. പിന്നെ കേസ് കൊടുക്കൂന്ന് പറഞ്ഞില്ലേ, അത് വലിയൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് അത് പൊട്ടത്തെയാണ്ടാവുക. അത് അച്ഛനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അച്ഛാ നിങ്ങൾ എന്നെ പറ്റിച്ചതാണല്ലേ മാനനഷ്ടത്തിന്? ഇല്ല, ചോദിച്ചില്ല. പിന്നെ എപ്പോഴാണ് മനസ്സിലായി പറ്റത്? പിന്നെ കുറച്ചൊക്കെ ആയിട്ടാ മനസ്സിലായി. ആരാ പറഞ്ഞത്? എന്നിട്ട് ചോദിച്ചു, ആരെങ്കിലും മക്കളുടെ പേര് ഇങ്ങനെ കേസ് കൊടുക്കൂടി വാങ്ങിയെന്ന് വെച്ചു. അന്നേരമാണ് അവൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെയാണ് ബുദ്ധി പിന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി. ടെൻഷൻ ഉണ്ടായിരുന്നു. അമൽചേട്ടന്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? എനിക്ക് ഏറ്റവും ടെൻഷൻ അടിച്ച സമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ
കൊച്ചുണ്ടാവുന്ന ലേബർ റൂമിൽ കയറ്റി ആ ഒരു ടെൻഷനേക്കാളും കൂടുതൽ ടെൻഷനായിരുന്നു. പക്ഷെ താലി ഇങ്ങോട്ട് കിട്ടി, ഒരു കൈ രണ്ടും ഇങ്ങനെ നടന്ന് നടക്കുക. സത്യം കുഞ്ഞാണ് സത്യം. എനിക്ക് ആ സമയത്ത് കൈ ഇങ്ങനെ വിറക്കി വരും, താലി ഇങ്ങനെ വിറക്കി വരും. കെട്ടിശീലമില്ലല്ലോ. എന്നാൽ ആ സമയത്ത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ അത്. അന്നേരം ഒന്നും ആയിട്ടില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, ഈ പറഞ്ഞ കണക്കുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, സ്വന്തമായി പറയാൻ ഒരു വണ്ടി എന്നുള്ളതല്ലാതെ വേറെ ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. ഇനി മുന്നോട്ട് എങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ പക്ഷെ അതൊരു വലിയ ചോദ്യമല്ലേ. വേറെ ആരോട് അത് ആലോചിച്ച് കൊടുത്ത് പറയുകയും ചെയ്തു. ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റേബിളായിട്ടൊന്നും ഇല്ല എന്നുള്ള രീതി പറഞ്ഞു. അന്നേരം പിന്നെ സംസാരിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി കല്യാണം കഴിക്കുന്നെങ്കിൽ പ്രേമിക്കെങ്കിൽ കല്യാണം കഴിക്കാൻ പിന്നെ വിട്ടുകൊടുക്കാനായിട്ട് തോന്നിയില്ല, പിന്നെ ഫൈറ്റ് ചെയ്യുന്ന ചോദിച്ചു. അങ്ങനെ പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ എടുത്ത ഡിസിഷൻ ആയിരിക്കാം, പക്ഷെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അച്ഛനോടും അമ്മേനോടും സംസാരിച്ച് റെഡിയാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരേ റിലീജിയനാണ്, വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല പറഞ്ഞ് സമ്മതിക്കാൻ. കൺവിൻസിങ് സ്റ്റാർ ആയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ വീട്ടിൽ നടത്തത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ MBA വരെ പഠിച്ചതാ. അപ്പം അവര് നോക്കുമ്പോ ആ ഒരു രീതിയിലെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടത്തുള്ളൂ, ഒരിക്കലും സമ്മതിക്കത്തില്ല. ചേട്ടന്റെ വീട്ടില് പിന്നെ സമ്മതിക്കുമായിരുന്നു. സമ്മതിക്കുമായിരിക്കും, പക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിക്കും. ഇപ്പം നമുക്കൊരു മോനുണ്ട്, പക്ഷെ നമ്മൾ അവന്റെ ഇഷ്ടത്തിനായിരിക്കും വിടുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ അങ്ങനെ സമ്മതിക്കത്തില്ല, അതെനിക്കറിയാം. അച്ഛൻ്റെ മോളായോണ്ട് എനിക്കറിയാം. അച്ഛനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു എന്തായാലും നമ്മൾ ചെയ്തത് ഒരു തെറ്റാണ്, മാപ്പർഹിക്കാത്തൊരു തെറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തെരഞ്ഞെടുത്തു, അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് തെറ്റാ, പക്ഷെ എപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛാ അല്ലെങ്കിൽ അമ്മ ഞാൻ ചെയ്തത് ഒരു തെറ്റാണ് പക്ഷെ പറഞ്ഞിട്ടുണ്ട്? അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് എന്നെ കൊച്ചായിട്ടാണ് അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നത്. ഗൾഫിൽ നിന്ന് വരുന്ന അത് കഴിഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ എന്നും മെസ്സേജ് അയക്കും, ഇന്നും രാത്രി മെസ്സേജ് അയക്കും, വിളിക്കും. എന്നെ വിളിക്കരുത്, നീ എൻ്റെ മോളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കരുത്, ഒന്നും മിണ്ടരുത്, നീ എന്നെ വിളിച്ചു പോരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ മെസ്സേജ് അയക്കും, എന്നാലും ഞാൻ മെസ്സേജ് അയക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞത്. അയ്യോ മിണ്ടി ഇങ്ങനെ കരയരുത്, ഇപ്പൊ എല്ലാം ശരിയല്ലേ? അന്ന് ആ തെറ്റ് ചെയ്തിട്ട് നമ്മൾ തെറ്റെന്നല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി. അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടാൻ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, നമ്മളൊരു. എന്നിട്ട് അച്ഛൻ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എന്ത് തെറ്റ് ചെയ്ത്, അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് എന്ത് തെറ്റ് ചെയ്താലും നീ എൻ്റെ മോളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സന്തോഷമായി. നിനക്ക് എന്താ എന്നോട് വന്ന് ഇങ്ങോട്ട് വിടും എല്ലാരും പറയുന്നത്. എനിക്കൊക്കെ വന്നിട്ട് പറഞ്ഞത് നീ പോയി സംസാരിക്കാൻ. പക്ഷെ എനിക്ക് എന്തോ പേടി. അത്രയും നാള് എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഒന്നും മിണ്ടാത്ത എന്നെ വഴക്കുറഞ്ഞ ആളടുത്ത് നമുക്ക് പോയി സംസാരിക്കാൻ ഒരു പേടിയാണ്. എന്ത് പറയുന്ന അറിയില്ല. എപ്പോഴാ വീട്ടുകാരായിട്ട് പാച്ചപ്പ് ആയത്? അമ്മ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ എന്നെ 4 മാസം ആയപ്പോ കാണാൻ വന്നു. കാണാൻ വരുന്നതിന് മുന്നേ വിളിച്ചിട്ടുണ്ടാവില്ല? വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയാണ് നിന്നത്. അതൊക്കെ എല്ലാം അതിന്റെ വഴിക്ക് നടന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ കരയുന്നത്? പഴയനാലേക്കുമ്പോ ഒരു വിഷമോ? ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഒരു അടി ഉണ്ടാക്കി കഴിയുമ്പോ എന്തൊക്കെ ആലോചിക്കാറുണ്ട്. അടി ഉണ്ടാക്കി ആലേക്ക് സമയമില്ല. സമയമില്ല. നമ്മളിപ്പോ കരയേണ്ട കാര്യത്തിനല്ല ഇവിടെ കരയുന്നു. കരയേണ്ട കാര്യത്തിനല്ല എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യത്തിന് കരയും ചെയ്യും, നല്ലോണം കരയേണ്ട കാര്യത്തിന് കരയില്ല. തിരിച്ച് കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെയാ. കരയേണ്ട കാര്യത്തിനൊന്നും ഞാൻ കരാറില്ല. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായാലും എല്ലാ കാര്യം അതന്നല്ലേ ഞാൻ പറഞ്ഞത്. മൈൻഡ് ഫുള്ളി ഔട്ടാന്ന്.